ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. ഇപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം പൂത്തു തുടങ്ങുന്ന സമയമാണ്. പൂത്തു തുടങ്ങി, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ സംശയം ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ബഡ്ഡുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യ മാസങ്ങൾ, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ കുറച്ച് കൊഴിഞ്ഞു പോയി. പക്ഷേ ഈ മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും ചെറിയ ചെറിയ ബഡ്ഡുകളെല്ലാം പിടിച്ച് കിട്ടിക്കോളും. കാരണം ചൂട് കൂടുതലായതുകൊണ്ടായിരുന്നു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം മെയ് അവസാനമാണ്, ജൂൺ ആരംഭമാണ്, നമുക്ക് ഇടയ്ക്കൊക്കെ നന്നായിട്ട് മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 10-15 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് സാഫ് അടിച്ചു കൊടുത്തേക്കുക. അങ്ങനെ സാഫ് അടിച്ചു കൊടുത്തേക്കുവാണെങ്കിൽ ആ ബഡ് കൊഴിഞ്ഞു പോവാതെ കുറേയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ മാത്രമല്ല, മഴക്കാലമാണ്, ഫംഗസ് രോഗമൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സാഫ് അടിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ വേനൽക്കാലത്ത് പൊള്ളി പോവാന്ന് പറഞ്ഞപ്പോൾ നെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മഴ കിട്ടി, അതുകൊണ്ട് ആ നെറ്റും അല്ലെങ്കിൽ ആ ഷെയ്ഡ് കൊടുത്തേക്കെന്നൊക്കെ അല്ലെങ്കിൽ കവർ കൊടുത്തേക്കെന്നൊക്കെ മാറ്റാം. ഇപ്പോൾ നട്ട് പിടിപ്പിച്ചേക്കണവരുണ്ടല്ലോ, ഈ ആഴ്ചകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇപ്പോൾ നട്ട് വെച്ചേക്കുന്ന ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ ഒരാഴ്ചത്തേക്കും കൂടി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കാരണം ഉച്ചത്തേക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഒരാഴ്ചയും കൂടി ഇരുന്നോട്ടെ. അല്ലാതെ വലിയ പ്ലാന്റുകളുള്ള എല്ലാവരും അതിന് കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന കവറെല്ലാം മാറ്റുക. ഇനി ചിലർക്ക് സംശയമുണ്ട്, നല്ലതായിട്ട് മഴ വരുവാണ്, അടുത്ത മാസങ്ങളൊക്കെ നന്നായിട്ട് മഴ വരും, അങ്ങനെ മഴ നനഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്, അങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? ചെറിയ പ്ലാന്റ് നട്ടവരുടെ സംശയമാണ്. അങ്ങനെ മഴവെള്ളം ചാടിയെന്നോർത്തോ അല്ലെങ്കിൽ മഴ നനഞ്ഞെന്നോർത്തോ ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതൊക്കെ പ്ലാന്റ് നമ്മുടെ പുറത്ത് നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ മഴ നനഞ്ഞ് തന്നെ നിൽക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത്. ഡ്രമ്മിലൊക്കെ ചെയ്തിരിക്കുന്നവർ നല്ല ഹോളുകൾ ഇട്ട് കൊടുത്തേക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നവർ നമ്മളുണ്ട്, ഇതൊക്കെ പൊക്കിയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ചോടൊന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ ചോടെല്ലാം നമ്മളൊന്ന് അല്പം പൊക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. പോട്ടുകളിൽ അല്ലെങ്കിൽ ഡ്രമ്മുകളിൽ, ചെടിച്ചട്ടിയിലൊക്കെ ചെയ്തിരിക്കുന്ന നമ്മളെ സാധാരണ ചെടികൾ നടുന്നതിനേക്കാളും കൂടുതലായിട്ട് ഹോളുകൾ ഇട്ട് കിടക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. ഇത് കണ്ടോ, ഇതെല്ലാം ഇന്ന് വിരിഞ്ഞ പൂക്കളാണ്. ഈ 2 എണ്ണം ഇന്ന് വിരിഞ്ഞ പൂക്കളാണ്. അപ്പോൾ ഇന്ന് വിരിഞ്ഞ പൂക്കൾ നമ്മൾ പരാഗണം ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. പരാഗണം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. കുറച്ചൊക്കെ ഉണ്ട്, ഒരു 4-5 പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരാഗണം ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല, മഴയാണെങ്കിൽ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ മഴയുള്ള സമയത്ത് ഇതിനകത്ത് തേനീച്ച വരില്ല, രാവിലെ തേനീച്ച വരില്ല. അപ്പോൾ തേനീച്ച വന്നില്ലെങ്കിൽ ഇതിനകത്ത് പോളിനേഷൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഴയാണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോളിനേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിലാണ് 100% നമുക്കിത് പിടിച്ച് കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളത്. ഇനി മഴയില്ല, നന്നായിട്ട് തേനീച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ മലേഷ്യൻ റെഡ് പോലുള്ള വെറൈറ്റികൾക്ക്, ഇനി ഒറിഗോണ റെഡ് വെറൈറ്റിയാണ്, ഒറിഗോണ, അതുപോലെ തന്നെ ഇസ്രയേൽ യെല്ലോ, കോണ്ടൂർ, ഈ വെറൈറ്റികളൊക്കെ നമുക്ക് ക്രോസ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട വെറൈറ്റികളാണ്. നമ്മൾ വേറെ പൂവിൽ നിന്നും പൂമ്പഴെടുത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ മലേഷ്യൻ റെഡ് പോലുള്ള വളരെ ഈസി ആയിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഇതുപോലത്തുള്ള ഡ്രാഗൺ ചെടികൾ നട്ടുപിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ടാവുമെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഇന്നലെ വിരിഞ്ഞ പൂവായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഇന്നലെ വിരിഞ്ഞ പൂക്കളാണ്. ഇത് ഇന്ന് വിരിഞ്ഞ പൂവ്. ഈ പൂവ് ഏകദേശം ഒരു 25 തൊട്ട് 30 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടും. അത് ഓരോ സമയത്തെ കാലാവസ്ഥ അനുസരിച്ചൊക്കെ ചെറുതായിട്ട് ഒരു മാറ്റം വരാറുണ്ട്. നമ്മുടെ ഇപ്പോൾ സ്ഥലം തൊടുപുഴയാണ്. ഇനി ഇടുക്കി, വയനാട് സ്ഥലങ്ങളിലൊക്കെ 28 ദിവസം ആകുമ്പോഴേക്കും ഫ്രൂട്ട് ആവില്ല. അവിടെ കുറച്ചും കൂടെ താമസം എടുക്കുന്നുണ്ട്. നമ്മുടെ കഞ്ഞിക്കുഴിലൊക്കെ ഒരു 30-35 ദിവസമൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഫ്രൂട്ട് അവിടെ കിട്ടുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഫ്രൂട്ട് ആവുന്നുണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ താമസിച്ചിട്ടാണ് ഫ്ലവർ ഫ്രൂട്ടായിട്ട് മാറുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഈ തണ്ടിൽ കുറേ ബഡ്ഡുകൾ ഉണ്ടായേക്കെന്ന് കണ്ടോ. അപ്പോൾ ഈ ബഡ്ഡുകളെല്ലാം പിടിച്ച് കിട്ടണമെന്നില്ല. ചിലതൊക്കെ കുറച്ച് റെഡ് കളർ വന്നിട്ട് കൊഴിഞ്ഞു പോകും. അങ്ങനെ കൊഴിഞ്ഞു പോയി എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. എല്ലാ മുള്ളുകളും തന്നെ ഇതുപോലെ ബഡ്ഡുകളാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കൊഴിഞ്ഞു പോക്കട്ടെ, സാരമില്ല. എങ്കിൽ പോലും നമ്മൾ സാഫ് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ച് കിട്ടും. ബഡ്ഡുകളെല്ലാം തന്നെ പിടിച്ച് കിട്ടും. ഇത് കണ്ടോ, ഈ തണ്ടിലൊക്കെ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. 2, 3, 4 ഒക്കെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, എല്ലാം അവിടെ നിന്നോട്ടെ. ഇത് കണ്ടോ, ഈ തണ്ടിൽ 2 എണ്ണം ഉണ്ട്. ഇതും ഫ്രൂട്ടായി കിട്ടിക്കോളും, ഇതും ഫ്രൂട്ടായി കിട്ടിക്കോളും. പോളിനേഷൻ നടക്കുവാണെങ്കിൽ ഇതെല്ലാം ഫ്രൂട്ടായിട്ട് കിട്ടും. ഇതിനകത്തും ഉണ്ട്, നോക്കിക്കേ, ഇതെല്ലാം നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്നും ഒടിച്ച് കളയണ്ട, ഈ ഫ്ലവറൊക്കെ നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടിക്കോട്ടെ. അപ്പം നിങ്ങളുടെ വീടുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിട്ടില്ലെങ്കിൽ 2 പ്ലാന്റെങ്കിലും നട്ടുപിടിപ്പിക്കുക. ഡ്രമ്മിലോ നിലത്തൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ കട്ടിങ്സോ വേര് പിടിച്ച പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.